എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, അവസാനം താലി കെട്ടുന്ന മുഹൂർത്തമായി കഴിഞ്ഞപ്പോഴത്തേനും അജയനെ നോക്കിയപ്പം അജയനെ കണ്ടില്ല. അജയനെ കാണുന്നില്ലെന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബിയും അമലൊക്കെ നാലുപാടും പോയി തിരയുവാണ്. പക്ഷെ ഒരിടത്തും അജയനെ കണ്ടില്ല. അജയാണെങ്കിൽ അവസാനം ബാത്റൂമിൽ പോകാനെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. പക്ഷെ അതിനുശേഷം ആരും അജയനെ കണ്ടിട്ടുമില്ല. അവൻ ഇതിലേ പോയി, എങ്ങനെ പോയി എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു അബിയും അമലും ഒക്കെ. പിന്നീട് അബി നേരെ സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവേണം. സൂര്യനാരായണന്റെ അടുത്ത് നിന്നിട്ട് അച്ഛാ, ഒരു പ്രശ്നമുണ്ടെന്ന് പറയണ. എന്താടാ മോനെ, എന്താ കാര്യം, എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. അത് പിന്നെ അജയനെ കാണുന്നില്ല എന്ന് പറയണ. കാണുന്നില്ലേ, നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കണം. അതെ അച്ഛാ, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും, നീ ഇവിടെ നോക്കാൻ പറയണം. ഞങ്ങളിവിടെ എല്ലാം നോക്കിയച്ചാ, പക്ഷെ ഒരിടത്തും കണ്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സൂര്യനാരായണൻ പറഞ്ഞു, എടാ മോനെ, ഇവന് ഞാൻ വീണ്ടും ചതിച്ചോന്ന് ചോദിക്കണം. അങ്ങനെയൊന്നും ഒരിക്കലും വരത്തില്ല അച്ഛാന്ന് പറയണം. കാരണം അവനും നിരഞ്ജനും നമ്മൾ ഇഷ്ടത്തിലായിരുന്നല്ലോ. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും അവനും ഇടത്തേക്ക് ഓടിപ്പോകാൻ വഴിയില്ല. എനിക്ക് തോന്നേ അവൻ എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ടെന്ന് തോന്നേ. ഒരു പക്ഷെങ്കിൽ ആരെങ്കിലും അവനെ കടത്തിക്കൊണ്ട് പോയതായിരിക്കും എന്ന് ചോദിക്കുക. ഇത് കേട്ട് സൂര്യനാരായണൻ പറഞ്ഞു, അങ്ങനെ വരുമോ, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണം. ഒരു പക്ഷെ ഇതാ ഉണ്ണിത്താന്റെ കളിയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അയാൾക്ക് ആദ്യമേ മുതലേ ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ട് സൂര്യനാരായണൻ ആകെപ്പാടെ ടെൻഷനായി. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഒന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അബി അങ്ങോട്ട് പോവാണ്. ഈ സമയം അമല് വന്നിട്ട് ചോദിച്ചു, അല്ലേട്ടാ എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഒരു വിവരമില്ല. ഞാൻ ഫോണിലേക്ക് വിളിച്ചു നോക്കി, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ മറുപടി പറയണേ. വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും ജാനകി ഒക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അമൃത അങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നി ഇത് മിക്കവാറും ആ ശരണിന്റെ പരിപാടിയായിരിക്കും. ശരൺ വെല്ലുവിളിച്ചാ നിന്റെ കല്യാണം നടക്കില്ലടാന്ന് പറഞ്ഞോണ്ട്. അങ്ങനെയാണ് മിക്കവാറും ശരണോ ശരണിന്റെ ആൾക്കാരോ വന്ന് മിക്കവാറും അവനെ തട്ടിക്കോറ് പോയതായിരിക്കും ചാൻസ് കൂടുതലെന്ന് പറയണം. ഇത് കേട്ടും ജാനകി പറഞ്ഞു, അമൃതേ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നിൽക്കാം. ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ, ശരിയല്ലേ? അന്ന് വീട്ടിൽ വന്ന് എന്തൊക്കെയാ ശരൺ വിളിച്ചു തുടങ്ങിട്ട് പോയത്? അജയന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ശരണാന്ന് തോന്നിയെന്ന് പറയാം. അപ്പോഴേക്കും അവരെല്ലാം ബാക്കി എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാരണം ഓരോരുത്തർ അങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി. കാരണം മുഹൂർത്തത്തിനുള്ള സമയമായിട്ടും ഇതിനായിട്ടും അജയനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. ആ സമയം ഇതൊന്നും അറിയില്ലാതെ മുറിയില് ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു നിരഞ്ജന. അപ്പോഴാണ് നിരഞ്ജന അടുത്തേക്ക് അപർണ അങ്ങോട്ട് കയറി വരുന്നത്. നിരഞ്ജനെ കണ്ടത് അപർണ ചോദിച്ചു, ആഹാ, ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യാനാ? പക്ഷെ വെറുതെ ആയി പോയില്ലെന്ന് ചോദിക്കാം. നീ എന്താ അപർണ പറഞ്ഞെന്ന് ചോദിക്കണം. അതെ, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ കല്യാണം ഇപ്പൊ നടക്കും. ദേ ആ കാമുകൻ അവനുണ്ടല്ലോ അജയ്, നിന്റെ കഴുത്തിൽ താലി ചാർത്തുന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഗന്ധർവനെ കാണാനില്ലെന്ന് പറയണം. നിന്റെ കഴുത്തിൽ താലി ചാർത്താന്ന് പറഞ്ഞു ഇരുന്ന ആ ഗന്ധർവനെ കാണുന്നില്ലാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന പറഞ്ഞു, അപർണെ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറയണേ? നിന്റെ അജയനെ കാണുന്നില്ലാന്ന്. അതിനർത്ഥം എന്താ? അവൻ വേറെ ആരുടെയോ കൂടെ മുങ്ങിയെന്നർത്ഥം. ഇത് കേട്ട നിരഞ്ജന, ദേ അനാവശ്യം പറയില്ലെന്ന് പറയണം. അനാവശ്യമല്ല, ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ. അല്ലെങ്കിൽ ചോദിച്ചു നോക്കാം, ഇവിടെ എല്ലാരും നിന്റെ ഗന്ധർവനെ അന്വേഷിച്ച് നാലുപാടും നടക്കുക. പക്ഷെ അവൻ മുങ്ങി. അവന്റെ സ്ഥിരം പരിപാടിയാണുള്ളത്, കല്യാണത്തിന്റെ സമയത്ത് മുങ്ങുന്നേ. അവൻ മുങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നിരഞ്ജന പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുമ്പോഴത്തേനും അങ്ങോട്ട് ഉണ്ണിത്താൻ വരുന്നുണ്ട്. ഉണ്ണിത്താനെ കണ്ടത് നിരഞ്ജന പെട്ടെന്ന് പോയി ചോദിച്ചു, അതെ അച്ഛാ, സത്യം പറ, അജയ് എന്തിയെന്ന് ചോദിക്കണം. ഇത് കേട്ടത് ഉണ്ണിത്താൻ പറഞ്ഞു, അത് ഞാൻ നിന്നോടാ ചോദിക്കണ്ടേ, എന്നോടോ? പിന്നല്ലാതെ നിന്നോട് അന്നേ ഞാൻ പറഞ്ഞല്ലേ വിവാഹ ബന്ധം വേണ്ടാന്ന് പറഞ്ഞല്ലേ. അപ്പൊ നീ എന്താ പറഞ്ഞേ? അജയ് നല്ലവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ആണ്ടെ വിളിച്ചു വരുത്തിയുടെ മുന്നിൽ ഇപ്പൊ നാണം കിടാൻ പോവാന്ന് പറയണം. നിന്റെ കാമുകനെ കാണുന്നില്ലാന്ന്. അച്ഛൻ എന്തൊക്കെയാ പറയണേ? എനിക്ക് തോന്നി അവൻ എങ്ങോട്ടാ മുങ്ങിയും തോന്നേ. അവൻ വേറെ ഏതെങ്കിലും നല്ല സെറ്റപ്പായി കാണും, അതുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാന്ന് എനിക്ക് തോന്നിയെന്ന് പറയണേ. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് തോന്നി അജയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അപകടം പറ്റാനോ? എന്ത് അപകടം പറ്റാനായിട്ട്? അവനിവിടെ ഉണ്ടായിരുന്നായിരുന്നല്ലോ. അവനെ ഇവിടുന്ന് ആരെങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകാനായിട്ടാ? ആരും കടത്തിക്കൊണ്ടൊന്നും പോയിട്ടില്ല. അതാരോ നല്ല വേലത്തരം വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഒരു കാര്യം ഉറപ്പായി, നിന്റെ കല്യാണം നടക്കില്ലെന്ന്. നിനക്ക് കല്യാണ യോഗം ഇല്ലെന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ട് നിരഞ്ജനയ്ക്ക് അങ്ങ് സങ്കടമായി. പെട്ടെന്ന് ഉണ്ണിത്തമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി നിന്റെ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ തീരുമാനിച്ചുറപ്പിക്കുന്ന ബന്ധമായിരിക്കും നിനക്ക് നടക്കാൻ പോകുന്നത്. അറിയാലോ, ഉണ്ണിത്താനെ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന്റെ പരിധിയൊക്കെ ഉണ്ടെന്ന് പറയണം. എത്രയെന്ന് വെച്ചാൽ മനുഷ്യ സഹിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിത്താൻ അങ്ങോട്ട് പോവാണ്. നിരഞ്ജനയ്ക്ക് വല്ലാത്ത സങ്കടമായി. അപ്പത്തേനും ജാനകി അങ്ങോട്ട് വന്നു. ജാനകിനെ കണ്ടതും
നിരഞ്ജന ഓടിപ്പോയി ജാനിയോട് ചോദിച്ചു, ജാനിയെടുത്തി എന്തായി കേൾക്കുന്നേ, അജയ് എന്തേന്ന് ചോദിക്കണം. ജാനിക്കൊന്നും മിണ്ടിയില്ല. അപ്പൊ തന്നെ നിരഞ്ജനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നിരഞ്ജന പറഞ്ഞു, സത്യം പറഞ്ഞ ജാനിയെടുത്തി, ഇത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അഭിയേട്ടൻ വന്ന് പറയുന്നത് അജയനെ കാണുന്നില്ല എന്ന്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അജയ് ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല, ആരോടും പറയാതെ അവൻ പോകത്തില്ല. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു പറയണം. ഒരുപക്ഷെ ഇത് ആരുടെയും കളിയാണോ എന്നൊരു സംശയമുണ്ട് ജാനകിയുടെ മനസ്സിൽ. ജാനകിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നേ തമ്പീനെയായിരുന്നു. കാരണം അപർണയും തമ്പിയും ചേർന്ന് എന്തെങ്കിലും നാടകം കളിച്ചിടുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ ഉത്സാഹത്തോടെ ഇവിടെ നിൽക്കത്തില്ലോ. പക്ഷെ ഇതിന്റെ പിന്നെ വേറെ ആരുണ്ട്? ഇനിയിപ്പോ അമൃത പറഞ്ഞ ശരണാണോ? ശരൺ ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല. അവൻ അങ്ങനെ വിളിച്ചു പറയെങ്കിലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ജാനകിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സമയം അബി ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച് കിടക്കുക. അബി നേരെ തമ്പിയുടെ അടുത്തേക്ക് എല്ലുവാണ്. തമ്പിയുടെ അടുത്തേക്ക് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും ഒന്നും അറിയത്തില്ല, മുഹൂർത്തങ്ങ് എത്താറായാലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ തമ്പി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, അന്വേഷിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ പിള്ളേരെ ഒന്ന് വിട്ട് അന്വേഷിപ്പിച്ച് നോക്കാം. ഇനിയിപ്പോ ആരെങ്കിലും അജയനെ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാനോ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അതോ ഇനിയിപ്പോ മനഃപൂർവ്വം അവർ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയതാണെന്ന് അറിയാൻ പറ്റത്തില്ലോ എന്ന് പറയാം. ഇതുപോലെ തന്നെയായിരുന്നല്ലോ എന്റെ മോളുടെ കല്യാണത്തിന് സമയത്ത് സംഭവിച്ചേ, ഇത് അതുപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ഉണ്ണിത്താൻ വന്നു. ഉണ്ണിത്താൻ വന്നിട്ടുണ്ട്, എടാ നിന്നോടൊക്കെ അന്നേ ഞാൻ പറഞ്ഞ ഈ ബന്ധം വേണം. അപ്പൊ നീയൊക്കെ എന്താ പറഞ്ഞേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നിന് ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയാണ്. എല്ലാവരുടെയും മുന്നിൽ വീണ്ടും എന്നെ നാണം കെടുത്താനോ ഉദ്ദേശിച്ചെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി കേട്ട ഉടനെ അഭി പറഞ്ഞു, അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്തിരുന്ന? എല്ലാത്തിനും കാരണം നിങ്ങളാ. അല്ല, നിങ്ങളുടെ മോളല്ലേ എല്ലാം തുടങ്ങി വെച്ചേ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെ തന്നെ. നിങ്ങൾ മിക്കവാറും മോളുടെ കല്യാണം മുടക്കാനായിട്ട് അല്ലെങ്കിൽ മോളെ വേറെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്റെ അജയനെ എന്തെങ്കിലും ചെയ്തതാണെന്ന്. ഇത് കേട്ടോ ഉണ്ണിത്താൻ ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അബിയുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. അബി പറഞ്ഞു, ഇത് മര്യാദയ്ക്ക് ഇരുന്നണം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അവിടെ കിടന്ന് വാക്കേറ്റം ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും കോളറിന് കയറി പിടിച്ചു. അപ്പത്തേന് സൂര്യനാരായണനും അമലൊക്കെ ഓടി വന്നു. അത് തമ്പിയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെന്താ ഇതൊരു ക്ഷേത്രമാണെന്നുള്ള ചിന്ത പോലും മറന്നു. നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നേ? അജയ് എവിടെയാന്ന് ആദ്യം അന്വേഷിച്ച് കണ്ടെത്തുകയോ ചെയ്യണ്ടേ? അതിന് ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അതിന് അമലും എന്തിനാ, അമ്പിയേട്ടാ ഇതെന്താ എന്ന് പറഞ്ഞ് അമലിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. സൂര്യനാരായണൻ അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ട് തമ്പിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഇടയ്ക്ക് അറിയില്ലട ഇനി എന്ത് ചെയ്യണമെന്ന്. ഇത് വീണ്ടും നാണം കെടുത്തിരിക്കും അജയ്. ഇത് രണ്ടാം തവണ അവന് ഇങ്ങനെ കാണിച്ചു കൊടുത്തതെന്ന് പറയാണ്. അത് കേട്ടത് ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അറിയാലോ എൻ്റെ മോളുടെ ജീവൻ, എനിക്ക് എല്ലാരെക്കാളും വലുത് എൻ്റെ മോളുടെ ജീവനാ. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് ഉണ്ണിത്താൻ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് തന്നെ തമ്പിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയാണ് സൂര്യനാരായണൻ. എനിക്കറിയത്തില്ല, വീണ്ടും എന്നെ നാണം കെടുത്തു അവൻ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, ആരെങ്കിലും മനഃപൂർവ്വം അവനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്ങാനും ആണോ. ഇത് കേട്ട് കഴിഞ്ഞപ്പം തമ്പി പറഞ്ഞു, അങ്ങനെയൊക്കെ വരുമോ? എനിക്ക് തോന്നുന്നേ മിക്കവാറും വീണ്ടും അവനെ എല്ലാവരുടെ മുഖത്ത് കരിവാരി തേച്ച് ആടെ ഏതെങ്കിലും പെണ്ണിന്റെ ഒപ്പം പോയെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ചാൻസ് കൂടുതലാന്ന് പറയണം. ഇത് കേട്ടപ്പോ സൂര്യനാരായണൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല. അവൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ലേ നിരഞ്ജനനെ, പിന്നെ എങ്ങനെയാ ഇത് സംഭവിക്കുന്നത് ചോദിക്കണം. അപ്പോഴേക്കാണ് ഇതൊന്നും അറിയില്ലാതെ ശരൺ അങ്ങോട്ട് വരുന്നേ. ശരണെ കണ്ടതും പെട്ടെന്ന് തന്നെ ജാനകി അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. ജാനകി എന്നതിന് ശരണിച്ചു, എന്താ ജാനടുത്ത് മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. അതെ, അജയനെ കാണുന്നില്ലെന്ന് പറയണം. അജയനെ കാണുന്നില്ലേ? അതെ, അജയ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, അജയനെ കാണുന്നില്ല. ഇപ്പൊ ശരൺ അങ്ങോട്ട് വരണ്ട. അതെന്താ? ശരൺ വന്നതിന് ആകെപ്പാടെ പ്രശ്നവും. ശരണാണ് അവനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശരൺ നിൽക്കണം. അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോന്നെ. എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം അജയുടെയും അവന്റെ നിരഞ്ജനയുടെയും വിവാഹം നടക്കുവോ അതോ ഇനിയിപ്പം തമ്പിയുടെ തന്ത്രത്തിലെ വീഴുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.